കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നടൻ ജയറാമിനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. റിലീസിനൊരുങ്ങുന്ന നടന്റെയും ഉർവശിയുടെയും പുതിയ ചിത്രമായ പരിമള ആൻഡ് കോയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് ജയറാം ഇപ്പോൾ. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടൻ നൽകിയ ഒരു അഭിമുഖം, അതിലെ പറഞ്ഞ ചില കാര്യങ്ങളാണ് താരം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ ഇപ്പോൾ വലിയ കാരണമായി കാണുന്നത്. 2020 സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിന് ശേഷം സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് നടന്നു വരുന്ന മാസരംഗത്തിൽ ജയറാം എന്തുകൊണ്ടുണ്ടായിരുന്നില്ല എന്ന ചോദ്യത്തിന് താരം അഭിമുഖത്തിൽ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ചർച്ചകളുടെ തുടക്കം ആരംഭിക്കുന്നത്. ആ പടം 2020 അതിന്റെ അവസാന ഭാഗത്ത് താൻ മാത്രം ഉണ്ടാവില്ല. കാരണം അതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് നടക്കുമ്പോൾ ദീപാവലി സമയമായിരുന്നു. വീട്ടിൽ ദീപാവലി ആഘോഷിക്കാൻ എനിക്ക് ചെന്നൈയിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ജോഷി സാർ എന്നോട് ചോദിച്ചു, നിനക്ക് ദീപാവലിയാണോ വലുത്, അതോ അവസാനം 5 പേരും ഒന്നിച്ച് നടന്നു വരുന്ന ഈ ഷോട്ടാണോ വലുത്? ഞാൻ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ദീപാവലി തന്നെയാണ് പ്രധാനമെന്ന്. അതുകൊണ്ട് തന്നെ താൻ ആ സീനിൽ ഇല്ലാതെ പോയതെന്നും ജയറാം തമിഴ്നാട്ടിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ച് തുറന്ന് പറയുകയായിരുന്നു. അതോടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മലയാളം ഇന്റർവ്യൂവിൽ നടന്ന ഇതേ ചോദ്യത്തിന് നടൻ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വന്നു. 2020 പടത്തിലെ ക്ലൈമാക്സിൽ സുരേഷ് ഗോപി, ലാലേട്ടൻ എന്നിവരും കൂടി നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ ജയറാമേട്ടന് മിസ്സാണ്. ഞാൻ കേട്ടത് ജയറാമേട്ടൻ അപ്പോൾ ശബരിമലയിലേക്ക് പോകാനുള്ള തീയതി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ വലുത് അതാണെന്ന് പറഞ്ഞ് പോകുമെന്നാണ്. അത് ശരിയാണോ എന്നാണ് മലയാളം ഇന്റർവ്യൂവിൽ അന്ന് അവതാരക ചോദിച്ചത്. സത്യം, ശരി. ഞങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ഒരു സീൻ കൂടി എടുക്കാമെന്ന് ജോഷി സാർ പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ ഷൂട്ട് നീണ്ടുപോയി. എനിക്കാണെങ്കിൽ ശബരിമലയ്ക്ക് പോകാനുള്ള തീയതിയും അടുത്തു. അപ്പോൾ 5 പേർക്ക് നടന്നു വരുന്ന സീൻ വേണോ, ശബരിമലയിലേക്ക് പോകാനാണോ പ്രധാനമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ശബരിമലയാണ് വലുത് എന്നാണ് ജയറാം പറഞ്ഞത്. പക്ഷെ വീഡിയോ പൊങ്ങി വന്നതോടെ നടനെ സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കാനും വിമർശിക്കാനും തുടങ്ങി. പല അഭിമുഖങ്ങളിൽ വ്യത്യസ്ത മറുപടികൾ നൽകിയ ജയറാം അവസരവാദിയാണെന്ന് ചിലർ കുറിച്ചു. 2020 പടത്തിലെ ക്ലൈമാക്സ് നടത്തത്തിൽ താൻ ഇല്ലാതെ പോയത് ഒരു ഇന്റർവ്യൂവിൽ ഓണവും കുടുംബവും ആയതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ജയറാമിനത് ദീപാവലി ആയിരുന്നു. കാരണം തമിഴ് ജയറാമിന്റെ പുതിയ സിനിമ റിലീസിനുണ്ട്. അതിനാൽ തമിഴ് സ്നേഹം പരതണം. ഇത് പറയാൻ വേണ്ടി ആ ഫോട്ടോയ്ക്കും കക്ഷത്തിലിട്ട് പോയതാണെന്ന് തോന്നുന്നു. പണ്ട് രാജസേനൻ പറഞ്ഞ 100% ശരിയാണ്. ജയറാം ഒന്നാന്തരം അവസരവാദിയാണ് എന്നും നടന്റെ ഓഫ് സ്ക്രീൻ പേഴ്സണലി കെട്ടിപ്പടുക്കുന്നുവെന്നാണെന്നും പലരും പറയുന്നുണ്ടാണ്. നാളെ എങ്ങാനും ഒരു മലയാളം പടം കിട്ടിയാൽ എവിടെയെങ്കിലും കയറി ചെണ്ടകുട്ടി മലയാള തനിമ പറയുന്ന ജയറാമിനെ കാണാം. കരിയർ ബസ് സമയം കൂടെ ഉണ്ടായിരുന്ന ശ്രീനിവാസൻ മരിച്ചപ്പോൾ വരാതെ ഇരുന്നപ്പോഴും ജയറാമിനെ മനസ്സിലായി. ഇത്തരത്തിൽ വലിയ രൂപത്തിലുള്ള വിമർശനമാണ് ജയറാമിന് കഴിഞ്ഞ 2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ പലതും വ്യാജമായ കാര്യങ്ങൾ തന്നെയാണ്. ആരാധകർക്കിടയിൽ നടക്കുന്ന ചില സംഭാഷണങ്ങൾ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ജയറാമിനെ അറിയുന്ന, ജയറാമിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരും ഒരുപാടുണ്ട്. കേരള ജനത ജയറാമിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ്. 1-2 കാരണങ്ങൾ കൊണ്ട് എല്ലാവരെയും ഒരുക്കാൻ സാധിക്കില്ല. ജയറാമിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നും ജയറാമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെയും വാർത്തകളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. ജയറാമിന് ഇഷ്ടമാണെന്ന കാര്യം കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.